ആരാ എന്നെ പുറത്തിറക്കിയത്? ആരാ എനിക്ക് ജാമ്യം എടുത്തത്? ഞാൻ 3 നേരം ഉണ്ട് സുഖമായിട്ട് അകത്ത് കിടക്കുന്നത്. ആർക്കാരാ സഹിക്കാത്തത്? എനിക്കാണ് സഹിക്കാത്തത്. സാർ, എന്തിനാണ് സാർ എന്നെ പുറത്തിറക്കിയത്? നിന്നെ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ. അയ്യോ, അതിന് 1 മാസത്തെ പരോളല്ലേ ഉള്ളൂ. മറ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കൊന്നും ഉണ്ണാനുള്ള സമയം പോലും ഇല്ലല്ലോ. അത് മതി. എന്തായാലും നീ നാളെ നിന്റെ അച്ഛനെയും കൂട്ടി ഒന്ന് ഒറ്റപ്പാലത്ത് വരണം, ഒരു പെണ്ണ് കാണാൻ. അയ്യോ സാർ, എനിക്ക് അച്ഛനില്ല. അച്ഛനില്ലേ? അറിയില്ല എനിക്ക്. ഞാനാണ് നിന്റെ അച്ഛൻ. വെള്ളം ഇറങ്ങാതെ ചാകാൻ കിടന്ന സമയത്ത് പോലും എന്റെ അമ്മ എന്നോട് ഈ സത്യം പറഞ്ഞിരുന്നില്ല. ഞാൻ നിന്റെ അച്ഛനായിട്ട് അഭിനയിക്കാന്നാ പറഞ്ഞ. കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെ നിന്നെ കൊണ്ട് കെട്ടിച്ച് അവളുടെ ജീവിതം കുളമാക്കാനുള്ളതിന്റെ കൊട്ടേഷൻ. ഇതാ അഡ്വാൻസ്. ഒരുപാട് തെറ്റിദ്ധരിച്ചു. പിന്നെ വേറൊരു കാര്യം, ഇന്ന് മുതൽ എന്റെ ഭാര്യ നിന്റെ അമ്മ, എന്റെ പെങ്ങൾ നിന്റെ പെങ്ങൾ. അപ്പോൾ ഞാൻ മോനെ ഇറങ്ങി വരൂ മോനെ. ഈ കുടുംബമാണ് അച്ഛാ തറവാടാക്കേണ്ടത്. ആരാ മനസ്സിലായില്ല? വെൽ, ഞാൻ വിശ്വനാഥ പണിക്കർ. ഇതെന്റെ ഒരേ ഒരു മകൻ കൃഷ്ണകുമാർ. ഇതെന്റെ ഒരേ ഒരു ഭാര്യ ശാരദ. ഇതെന്റെ ഒരേ ഒരു പെങ്ങൾ. കൃഷ്ണ, ഇരിക്കൂ. കിട്ടിയ അവസരം മുതലെടുക്കല്ലേ. എന്താ വിശേഷിച്ച്? എന്റെ മകൻ കൃഷ്ണകുമാർ എന്നെ പോലെ തന്നെ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണ്. ഈ അടുത്ത് ഇവിടെ ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് അവൻ യാദൃച്ഛികമായി താങ്കളുടെ മകളെ കണ്ടു. ഇഷ്ടപ്പെട്ടു. ഓ, അപ്പൊ പെണ്ണ് കാണാനാണല്ലേ? പിന്നെ പെൺകുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ചന്തവാസന്തിയേക്കാൾ മൊഞ്ച്. എന്താ? അല്ല, ഇവന് കൊച്ചിനോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന്. ഓ, അവിടം വരെയൊക്കെ ആയോ? അല്ല, എന്നായാലും വേണ്ടതല്ലേ. ചെല്ലു മോനെ, ചെല്ല്. വരൂ, ബെഡ്റൂമിലേക്ക് പോകാം. ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ? ചെല്ല്. ഓ, തടിക്കട്ടിലാണല്ലേ. എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? ചോദിച്ചാൽ കുഴപ്പമാകുമെന്ന് കരുതിയാ ചോദിക്കാത്തത്. ചോദിച്ചോട്ടെ. ഇതെന്താ ഇവിടെ? എന്റെ ഏട്ടനാ. ഇയാളപ്പോ പോലീസാ? ഞാനൊന്ന് ഇറങ്ങട്ടെ.